ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ നടപടികൾ ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്തുള്ള കടകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ലോട്ടറി തട്ടിന്റെ മറവിലും വ്യാപക ലഹരി കച്ചവടം നടക്കുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വിൽപ്പനാ കേന്ദ്രങ്ങൾ നീക്കം ചെയ്യാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പദ്ധതി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം. ലഹരി കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്തുക കൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ജൂൺ 1 തുടങ്ങുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സ്കൂൾ തുറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പോലീസ് പ്രാഥമിക നടപടികളിലേക്ക് കടന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനുമായി സഹകരിച്ച് നഗരപരിധിയിലെ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി കേന്ദ്രങ്ങൾ നീക്കം ചെയ്തു. ഇതിലൂടെ പിടിച്ചെടുക്കാനായത് നിരവധി നിരോധിത ലഹരി വസ്തുക്കളെന്ന് പോലീസ്. ജൂൺ 1 സ്കൂൾ ഓപ്പണിംഗ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ നഗരത്തിൽ പല പ്രദേശത്തും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പലരും ഈ ചെറിയ തട്ടുകൾ വെച്ചിട്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. രാവിലെ തന്നെ ഒരു 8-10ഓളം തട്ടുകളും അതിൻ്റെ സാധനങ്ങളും ഇരിക്കുകയാണ്. ലോട്ടറി കച്ചവടത്തിന്റെ മറവിലാണ് കൂടുതൽ ലഹരി കച്ചവടവും നടക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 2 നടക്കാനിരിക്കെയാണ് നടപടികളിലേക്ക് കടന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.